താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്നു കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും. അതേസമയം നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഭൂമി കുലുങ്ങിയാലും കുലുക്കം വന്നാലും പിടിച്ചു നിന്നോളും. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. നമ്മുടെ ചിന്തകൾക്കും ശക്തികൾക്കും പരിധികളില്ല. അത് ആർക്കും തടുക്കാനുമാകില്ല. തോറ്റുപോകുന്നതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മെ സ്വയം പ്രശംസിക്കുക. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ശക്തി നൽകും. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. ബന്ധങ്ങൾ രക്തബന്ധങ്ങളിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലും നിലനിൽക്കുന്നു. ഏതൊരു ബന്ധങ്ങളുടെയും നിലനിൽപ്പ് പരസ്പര സംഭാഷണത്തിൽ തന്നെയാണ്. എവിടെ സംഭാഷണം കുറയുന്നുവോ അവിടെ ബന്ധങ്ങളിൽ അകൽച്ച അനുഭവപ്പെടുന്നു. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നത് എങ്കിൽ വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ശീലിക്കുക. നമുക്ക് കുറവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ ലോകത്തെ നമുക്ക് സന്തോഷത്തോടെയും വിശാലമായും നോക്കിക്കാണാൻ കഴിയും. ഇന്നലെകൾ വീണ്ടെടുക്കാൻ ആകില്ല. പക്ഷെ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ആകാശത്തിലെ മേഘങ്ങൾ പോലെ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുമില്ല. എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. മറ്റൊരാളുടെ കൈകളിൽ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം. വാക്കുകൾക്ക് മുള്ളിനേക്കാൾ മൂർച്ചയുണ്ട്. മുള്ളുകൊണ്ട് ഉണ്ടാകുന്ന മുറിവ് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നു. പക്ഷേ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടുന്നു. നീ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവോ അവർക്ക് നിന്റെ മനസ്സിനെ അത്രത്തോളം വേദനിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചു കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളുടെ നിറം മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിന്തിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാകില്ല. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. തുടർച്ചയായി പുരോഗതി കൈവരിക്കുന്ന ആരെയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര പതുക്കെയാണെങ്കിലും അവർ വിജയിക്കും. പൊതുസമൂഹം എന്നത് കുറ്റങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന സമൂഹമാണ്. അവിടെ മറ്റുള്ളവരുടെ കുറ്റത്തിന് വില കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം നോക്കി സഞ്ചരിക്കുന്നത് അതിജീവനമാണ്. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളുണ്ട്. ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. ഒരു വാക്കിൽ ഒഴിവാക്കുന്ന സങ്കടങ്ങളുമുണ്ട്. ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും.
എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. ഏറ്റവും അടുത്തുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. വെട്ടിമുറിച്ച മുറിവിൽ നിന്ന് വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെ ആവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്ന് പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗി ഇല്ലാത്തതായി ഒന്നുമില്ല ഈ ഭൂമിയിൽ. എല്ലാം അതിൻ്റേതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്ന് തന്നെ പറയുക. എന്ത് വിചാരിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ നമ്മുടെ മൗനത്തിന് ചിലർ വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തുന്നവരെ മാത്രം. വാക്കുകൾ വെള്ളത്തിൻ്റെ കുമിളകൾ മാത്രമാണ്. പ്രവൃത്തികൾ സ്വർണ്ണത്തുള്ളികളാണ്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ചിരി ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട്, വില കുറച്ച് കണ്ടവരോട്, പറ്റിച്ചവരോട്, ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരോട് ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരി ഒരു അനുഗ്രഹമാണ്. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിൽ ആക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്.